ഹലോ ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു വെണ്ടക്ക ഉലർത്തിയതാണ്. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റംസാണ്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് ഇടുന്നല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 300 ഗ്രാം വെണ്ടക്ക ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് ഒരു 3-4 മിനിറ്റ് ഒന്ന് ജസ്റ്റ് വഴറ്റിയാൽ മതി. പിന്നെ ഇത് ഒരു ഇളം വെണ്ടയ്ക്ക ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇതാ ഞാനിന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കലാണ്. അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി സെയിം പാനിൽ തന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങളെ കയ്യിൽ ഉഴുന്നുണ്ടെങ്കിൽ അതും പിന്നെ പരിപ്പുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടുന്നതിന് ശേഷം ഇതാ ഞാനിവിടെ പിന്നെ ഒരു വലിയ 2 ഉരുളക്കിഴങ്ങ് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം, അപ്പോൾ അതാണ് നല്ല ടേസ്റ്റ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് അകത്ത് നീളത്തിൽ അരിയണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. നിങ്ങളിഷ്ടം പോലെ അനുസരിച്ചിട്ട് നിങ്ങൾ അരിഞ്ഞെടുത്താൽ മതി. ഇത് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ സൈഡായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേണ്ടത് ഒരു ഉള്ളി ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ പച്ചമണവും പിന്നെ ഉള്ളിൻ്റെ ഒക്കെ മണമൊക്കെ മാറിയിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ കൂട്ടിൽ നിന്നിട്ട് തന്നെ നന്നായിട്ട് പിന്നെ വഴന്ന് വരും കേട്ടോ. അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ കളറൊക്കെ മാറിയിട്ടൊരു ഗോൾഡൻ കളറായിട്ട് മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 വലിയ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ എനിക്ക് മക്കൾക്ക് എരിവ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഒരു മുളക് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പം എല്ലാം കൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് മീനൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഇതേപോലെ ഈ ഉണ്ടാക്കി കഴിച്ചാൽ ചോറ് കഴിക്കുന്നത് അറിയില്ല കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടപ്പെടുന്നതാണല്ലോ ഉരുളക്കിഴങ്ങ്. അപ്പം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഇനി അടപ്പൊന്ന് തുറന്നു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വെറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ഈ വെണ്ടയ്ക്ക കൂടി ഒന്ന് പിടിക്കാനായിട്ട് കുറച്ചും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടപ്പ് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വെണ്ടക്ക ഉലർത്തിയത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും